എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്: നിങ്ങൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതെങ്ങനെ ചോദിക്കും? സംസാരിക്കുക എന്ന് പറയാൻ ടോക്ക് എന്നാണ് പറയുന്നത്. സോ ഹൂ ആർ യു ടോക്കിംഗ് ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. ഹൂ ആർ യു ടോക്കിംഗ് ടു? ഇനി ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ചോദിക്കണം: നിങ്ങൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ? സോ ആറിന് പകരം വേർ വരും. അപ്പോൾ ഹൂ വേർ യു ടോക്കിംഗ് ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരോടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള മീനിങ് വരും. ഹൂ വേർ യു ടോക്കിംഗ് ടു? ഇനി അടുത്തത്, നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ആൾക്കാരെ കുറേ ദിവസം കാണാതിരുന്ന് പിന്നെ കാണുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? വേർ ഹാവ് യു ബീൻ ഓൾ ദീസ് ഡേയ്സ്? വേർ ഹാവ് യു ബീൻ ഓൾ ദീസ് ഡേയ്സ്? ഓൾ ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിലെല്ലാം എന്നുള്ള മീനിങ് ആണ്. വേർ ഹാവ് യു ബീൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ്. സോ വേർ ഹാവ് യു ബീൻ ഓൾ ദീസ് ഡേയ്സ്? ഇനി അടുത്തത്, നിങ്ങൾക്കിത് സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കണം. സാധിക്കുമോ എന്ന് ചോദിക്കാൻ വിൽ യു ബി ഏബിൾ എന്ന് ചോദിക്കാം. വിൽ യു ബി ഏബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് സാധിക്കുമോ എന്നാണ്. സോ നിങ്ങൾക്കിത് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്നെങ്ങനെ ചോദിക്കും? വിൽ യു ബി ഏബിൾ ടു ഫിനിഷ് ദിസ് ഇൻ ടൈം? വിൽ യു ബി ഏബിൾ ടു ഫിനിഷ് ദിസ് ഇൻ ടൈം? ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ എന്നുള്ള മീനിങ് ആണ്. സോ വിൽ യു ബി ഏബിൾ ടു ഫിനിഷ് ദിസ് ഇൻ ടൈം? ഫിനിഷ് എന്ന് പറഞ്ഞാൽ ചെയ്ത് തീർക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി ഫിനിഷിന് പകരം കംപ്ലീറ്റ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. വിൽ യു ബി ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് ഇൻ ടൈം എന്ന് പറഞ്ഞാലും നിങ്ങൾക്കിത് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ കഴിയുമോ എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇനി അടുത്തത്, ഇന്ന് വൈകിട്ട് ടി വിയിൽ എന്താണുള്ളത്, അതായത് ടി വിയിൽ ഏത് പ്രോഗ്രാമാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് ഓൺ ടി വി ടുനൈറ്റ്? വാട്ട്സ് ഓൺ ടി വി ടുനൈറ്റ്? ഓൺ ടി വി എന്ന് പറഞ്ഞാൽ ടി വിയിൽ എന്നുള്ള മീനിങ് ആണ്. ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി. സോ ഇന്ന് രാത്രി ടി വിയിൽ എന്താണുള്ളത് എന്ന് ചോദിക്കാനാണ് വാട്ട്സ് ഓൺ ടി വി ടുനൈറ്റ്. ഇനി അടുത്തത്, എനിക്ക് ജോലിക്ക് പോകാൻ തയ്യാറാകേണ്ടതുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് ടു ഗെറ്റ് റെഡി ഫോർ വർക്ക്. ഐ ഹാവ് ടു ഗെറ്റ് റെഡി ഫോർ വർക്ക്. എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടപ്പോഴാണ് ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാകുക, ഒരുങ്ങുക എന്നുള്ള മീനിങ് ആണ്. ഫോർ വർക്ക് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാൻ എന്നുള്ള അർത്ഥമാണ്. സോ ഐ ഹാവ് ടു ഗെറ്റ് റെഡി ഫോർ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എനിക്ക് അതുപോലൊരെണ്ണം വേണം എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് വേണം എന്ന് പറയാൻ ഐ വോണ്ട് എന്ന് പറയാം. ഐ വോണ്ട്. അതുപോലെ ഒരെണ്ണം എന്ന് പറയാൻ വൺ ലൈക്ക് ദാറ്റ്. ഐ വോണ്ട് വൺ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതുപോലെ ഒരെണ്ണം വേണം എന്നുള്ള മീനിങ് ആണ്. ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ എന്നാണ് മീനിങ്. ഐ വോണ്ട് വൺ ലൈക്ക് ദാറ്റ്. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് എവിടെയെങ്കിലും പോകണം. അപ്പോൾ ഇന്ന് ഉച്ച തിരിഞ്ഞ് എത്ര നേരത്തെ നിങ്ങൾക്ക് ഇറങ്ങാനാവും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എത്ര നേരത്തെ എന്ന് പറയാൻ ഹൗ ഏർലി എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഏർലി ക്യാൻ യു ഗെറ്റ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ? ഹൗ ഏർലി ക്യാൻ യു ഗെറ്റ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ? ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ച തിരിഞ്ഞ് എന്നുള്ള മീനിങ് ആണ്. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ്, സാധാരണ ഇറങ്ങുക എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ഏർലി ക്യാൻ യു ഗെറ്റ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ? അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും? ഞാൻ 6 മണിക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നു. ഐ ഗെറ്റ് ഓഫ് വർക്ക് അറ്റ് 6 o'clock. ഐ ഗെറ്റ് ഓഫ് വർക്ക് അറ്റ് 6 o'clock. ഗെറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് ഇറങ്ങുക എന്നുള്ള മീനിങ് ആണ്. അറ്റ് 6 o'clock എന്ന് പറഞ്ഞാൽ 6 മണിക്ക്. ഐ ഗെറ്റ് ഓഫ് വർക്ക് അറ്റ് 6 o'clock. ഇനി അടുത്തത്, ഞാൻ നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും എന്ന് പറയണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ഡു ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്? ഹൗ ഡു ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്?
മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിന്നെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. ഹൗ ഡു ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എന്നുള്ള അർത്ഥമാണ്. സോ ഹൗ ഡു ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നിന്നെ മനസ്സിലാക്കിപ്പിക്കും എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ പറയത്തില്ലേ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. ഇതെങ്ങനെയാണ് പറയുന്നത്? ഡോണ്ട് ലീൻ അഗെയിൻസ്റ്റ് ദ വോൾ. ഡോണ്ട് ലീൻ അഗെയിൻസ്റ്റ് ദ വോൾ. ലീൻ എന്ന് പറഞ്ഞാൽ ചാരുക എന്നുള്ള മീനിങ് ആണ്. സോ ഭിത്തിയിൽ ചാരി നിൽക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ലീൻ അഗെയിൻസ്റ്റ് ദ വോൾ. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ നീ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു യൂസ് വാട്സാപ്പ്? ഡു യു യൂസ് വാട്സാപ്പ്? യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക. സോ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു യൂസ് എന്ന് പറഞ്ഞത്. സോ ഡു യു യൂസ് വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ നീ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് അവൻ ഓഫീസിലുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഓഫീസിൽ എന്ന് പറയാൻ ഇൻ ദി ഓഫീസ്. അപ്പോൾ ഓഫീസിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് ഹി ഇൻ ദി ഓഫീസ്. ഈസ് ഹി ഇൻ ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവൻ ഓഫീസിൽ ഉണ്ടോ എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ പറയത്തില്ലേ മതി നിൻ്റെ നാടകം. ഇതെങ്ങനെയാണ് പറയുന്നത്? നാടകം എന്ന് പറയാൻ ഡ്രാമ. സോ ഇനഫ് ഓഫ് യുവർ ഡ്രാമ എന്ന് പറഞ്ഞാൽ മതി നിൻ്റെ നാടകം എന്നുള്ള മീനിങ് ആണ്. ഇനഫ് ഓഫ് യുവർ ഡ്രാമ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ അതങ്ങനെയാണോ? അതെങ്ങനെ ചോദിക്കും? ഈസ് ദാറ്റ് സോ? ഈസ് ദാറ്റ് സോ എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണോ എന്നുള്ള മീനിങ് ആണ്. ഈസ് ദാറ്റ് സോ. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഐ ആം കമ്മിങ്. നിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ എന്ന് പറയാൻ ടു പിക്ക് യു അപ്പ്. ഐ ആം കമ്മിങ് ടു പിക്ക് യു അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. ഐ ആം കമ്മിങ് ടു പിക്ക് യു അപ്പ്. ഇനി അടുത്തത് നമ്മളൊരു കാര്യത്തിൽ മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ് എന്ന് പറയാൻ ഗുഡ് അറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പാട്ട് പാടാൻ മിടുക്കിയാണ് എന്ന് പറയാൻ ഐ ആം ഗുഡ് അറ്റ് സിംഗിങ് എന്ന് പറയാം. ഐ ആം ഗുഡ് അറ്റ് സിംഗിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടാൻ മിടുക്കിയാണ് എന്നാണ് മീനിങ്. ഇനി നമുക്ക് ചില കാര്യത്തിൽ അത്ര മിടുക്ക് കാണത്തില്ല. അപ്പോൾ നമ്മൾ പറയത്തില്ലേ എനിക്കതിൽ അത്ര കഴിവില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ തിങ് എന്ന് പറയാം. ദാറ്റ്സ് നോട്ട് മൈ തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിലത്ര മിടുക്കിയല്ല എന്നുള്ള മീനിങ് ആണ്. ഇപ്പം പാട്ട് പാടാൻ ഞാൻ മിടുക്കിയല്ല എന്ന് പറയണമെങ്കിൽ സിംഗിങ് ഈസ് നോട്ട് മൈ തിങ്. സിംഗിങ് ഈസ് നോട്ട് മൈ തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടിൽ അത്ര മിടുക്കിയല്ല എന്നുള്ള മീനിങ് ആണ്. ഇത് തന്നെ ഐ എം നോട്ട് ഗുഡ് അറ്റ് സിംഗിങ് എന്നും പറയാം. അതായത് ഞാൻ പാടാൻ അത്ര മിടുക്കനല്ല അല്ലെങ്കിൽ മിടുക്കിയല്ല എന്നാണ് മീനിങ്. ഐ എം നോട്ട് ഗുഡ് അറ്റ് സിംഗിങ്. ഇത് തന്നെ വേറൊരു രീതിയിൽ പറയുന്നതാണ് സിംഗിങ് ഈസ് നോട്ട് മൈ തിങ്. സിംഗിങ് ഈസ് നോട്ട് മൈ തിങ്. ഇനി നമ്മൾ ഇപ്പോൾ ഒരു കാര്യം രഹസ്യമാക്കി വെക്കുക എന്ന് പറയണം. അതായത് ഇപ്പോൾ ഒരാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അത് രഹസ്യമാക്കി വെക്കുക എന്ന് പറയാൻ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് കീപ്പ് ഇറ്റ് അണ്ടർ യുവർ ഹാറ്റ്. കീപ്പ് ഇറ്റ് അണ്ടർ യുവർ ഹാറ്റ്. ഇതൊരു ഇഡിയമാണ്. അതിൻ്റെ മീനിങ് രഹസ്യമാക്കി വെക്കുക എന്നുള്ള മീനിങ് ആണ്. സോ നമുക്കിങ്ങനെ പറയണം, അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു, പക്ഷെ നീ അത് ആരോടും പറയരുത്, രഹസ്യമാക്കി വെക്കണം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി ഹാസ് ബീൻ ഫയേർഡ്. ഹി ഹാസ് ബീൻ ഫയേർഡ്. ഫയേർഡ് എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ബട്ട് കീപ്പ് ഇറ്റ് അണ്ടർ യുവർ ഹാറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ നീ അത് രഹസ്യമാക്കി വെക്കണം എന്നുള്ള മീനിങ് ആണ്. ഹി ഹാസ് ബീൻ ഫയേർഡ് ബട്ട് കീപ്പ് ഇറ്റ് അണ്ടർ യുവർ ഹാറ്റ്. ഇനി അടുത്തത്, നിങ്ങളിപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ടിക്കറ്റ് എല്ലാം തീർന്നു, അവസാനത്തെ ഒരു ടിക്കറ്റ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അവർ പറയത്തില്ലേ നിനക്ക് ഭാഗ്യമുണ്ട്, ഇനി ഒരൊറ്റ ടിക്കറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അതെങ്ങനെ പറയും? നിനക്ക് ഭാഗ്യമുണ്ട് എന്ന് പറയാൻ യു ആർ ഇൻ ലക്ക് എന്ന് പറയാം. യു ആർ ഇൻ ലക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഭാഗ്യമുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഒരു ടിക്കറ്റേ ബാക്കിയുള്ളൂ എന്നെങ്ങനെ പറയും? ദർ ഈസ് only one ticket left. There is only one ticket left. One ticket left എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റേ ബാക്കിയുള്ളൂ എന്നുള്ള മീനിങ് ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.